നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. സജി ചെറിയാനെതിരായ ഹൈക്കോടതി വിധിയിൽ പ്രതികരിച്ച് ഗവർണർ. രാജിവെക്കണോ എന്നത് സർക്കാരും മന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത്. ഉത്തരവിനെ പറ്റി വിശദമായി പഠിച്ചിട്ടില്ലെന്നും പരാതി കിട്ടിയാൽ പരിശോധിക്കാമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സജി ചെറിയാനെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് കെ സുധാകരൻ. സജി ചെറിയാന് പദവിയിൽ തുടരാൻ അർഹതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിന്റെ സഹായമാണ് സജി ചെറിയാന് ഇത്രയും നാൾ ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിക്കാൻ പിണറായി വിജയന് എന്ത് അർഹത എന്ന് അദ്ദേഹം ചോദിച്ചു. അധികം സംസാരിച്ചാൽ മുഖ്യമന്ത്രിയെ ജനം കയ്യേറ്റം ചെയ്യുമെന്നും കെ സുധാകരൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങില്ല. SNGIST കോളേജ് ജപ്തി 3 മാസത്തേക്കുണ്ടാകില്ലെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ബാങ്കിന് 1 കോടി രൂപ നൽകി. ബാക്കി 50 ലക്ഷം 3 മാസത്തിനകം നൽകും. കോളേജ് വിൽപ്പന നടത്തി ബാധ്യത തീർക്കുമെന്നും മാനേജ്മെന്റ് പറഞ്ഞു. WCC ഹൈക്കോടതിയിൽ. മലയാള സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കാൻ സിനിമാ പെരുമാറ്റച്ചട്ടം വേണമെന്ന ആവശ്യവുമായി വുമൻ ഇൻ സിനിമ കളക്ടീവ്. സർക്കാർ നിയമം നിർമ്മിക്കുന്നതുവരെ ഇടക്കാല ഉത്തരവിലൂടെ ചട്ടം ബാധകമാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. അദാനിക്കെതിരെ CBI അന്വേഷണം വേണമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർലമെന്റിൽ വിഷയം ഉന്നയിക്കും. അദാനിക്കെതിരായ കേസ് ഗൗരവമുള്ളത്. ജനങ്ങളെ കൊള്ളയടിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നത് നാണക്കേട്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറുവാപ്പേടിയിൽ കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിച്ചു. കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസിച്ചിരുന്ന കുട്ടവഞ്ചിക്കാരെയാണ് മരട് നഗരസഭ ഒഴിപ്പിച്ചത്. കർണാടക സ്വദേശികളായ 10 പേരെയാണ് ഒഴിപ്പിച്ചത്. രാജ്യത്തിന് മാതൃകയായി സംസ്ഥാനത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് തുടങ്ങുന്നു. കായിക ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, കബഡി ഇനങ്ങളിലാണ് കോളേജ് ലീഗ് സംഘടിപ്പിക്കുന്നത്. കോളേജ് സ്പോർട്സ് ലീഗിന്റെ ലോഗോ പ്രകാശനം സെക്രട്ടേറിയറ്റിലെ PR ചേംബറിൽ കായിക മന്ത്രി V അബ്ദുറഹ്മാനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Dr. R ബിന്ദുവും ചേർന്ന് നിർവഹിച്ചു. ഇന്ത്യ അദാനിയുടെ പിടിയിലാണെന്ന് കോൺഗ്രസിന്റെ വിവാദത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും BJP വക്താവ് സംബിത് പത്ര പറഞ്ഞു. രാഹുൽ ഗാന്ധി നടത്തുന്ന പരാമർശങ്ങൾ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഘടനയെ ആക്രമിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.